അസ്സലാമു അലൈക്കും. ഹലോ, ഹായ്. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ഉപകാരമുള്ളതായിട്ട് കുറച്ച് ടിപ്പായിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ വെറുതെ കളയുന്ന കഞ്ഞിൻ്റെ വെള്ളത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മളെ വീട്ടിൽ ഉണക്കി മീനൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ എത്ര തന്നെ കഴുകി കഴിഞ്ഞാലും അതിൻ്റെ ഉപ്പ് തന്നെ പോകില്ല അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഈസി ടിപ്പാണ്. ഇതെല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നുണ്ട്. അറിയാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഫോളോ ചെയ്യുക. അപ്പോൾ 4-5 പ്രാവശ്യം നന്നായിട്ട് പച്ചവെള്ളത്തിൽ കഴുകിയതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കഞ്ഞിൻ്റെ വെള്ളം കേട്ടോ. കഞ്ഞിൻ്റെ വെള്ളം ഉപ്പിടാത്തതാണ്, അതുപോലെ തന്നെ നല്ല തണുത്തതാണ് കേട്ടോ. അപ്പോൾ ഉപ്പിടാത്ത കഞ്ഞിൻ്റെ വെള്ളം തണുത്തതുമാകണം. എന്നിട്ട് നമുക്കിതൊന്ന് കുറച്ച് നേരം ഒരു അരമണിക്കൂർ കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം. എന്നിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പിന്നീട് ഇതിൽ മസാലയൊക്കെ തേച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഉപ്പൊക്കെ പോയിട്ട് നല്ല ടേസ്റ്റായിട്ട് കിട്ടും. ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് നമ്മൾ നോക്കേണ്ടത്, കഞ്ഞിൻ്റെ വെള്ളത്തിൽ ഞാൻ കുറച്ച് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാവുന്ന കോൾഗേറ്റൊക്കെ ഉണ്ടാവില്ല, ഏതായാലും കുഴപ്പമില്ല, ക്ലോസപ്പ് ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതിൽ എത്രത്തോളം ഉണ്ടാവുമെന്ന് നമുക്കറിയില്ലല്ലേ. നമ്മൾ വെറുതെ കളഞ്ഞു, പിന്നെ ഇല്ല പറഞ്ഞിട്ട് കളഞ്ഞു പോകും. അപ്പോൾ അതിലൊക്കെ ഒരുപാട് കോൾഗേറ്റൊക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ കുറച്ച് ടിപ്പൊക്കെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ഈസിയാണ്, അതുപോലെ തന്നെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ടിപ്പാണ്. അപ്പോൾ ഇതിൽ കുറേ പേസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഫുള്ളായിട്ടും പേസ്റ്റ് മുഴുവനായിട്ട് ഇതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ കഞ്ഞിൻ്റെ വെള്ളത്തിൽ മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ മുഴുവനായിട്ട് ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യുക, ഇതിലേക്ക് ഞാൻ പിന്നീട് ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മൾ ക്ലീനിങ് പ്ലസ് ഷാമ്പു ആണ് ഇട്ട് കൊടുക്കുന്നത്, 1 രൂപയുടെ. അപ്പോൾ ഇതല്ലാത്ത വേറെ ഏത് ഷാമ്പൂ ഇതിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഷാമ്പൂവും അതുപോലെ തന്നെ നമ്മൾ കോൾഗേറ്റും ഒക്കെ ഈ ഒരു കഞ്ഞിൻ്റെ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഉപയോഗിക്കണ ചായ ഗ്ലാസ്സൊക്കെ, ചായ കപ്പൊക്കെ എപ്പോഴും നമുക്ക് എത്ര തന്നെ വൃത്തിയാക്കില്ല, അതിൽ ചെറിയ ചെറിയ ചായക്കറയൊക്കെ ആ ഒരു താഴ്ഭാഗം നന്നായിട്ട് കറകളൊക്കെ ഉണ്ടാകുമല്ലേ. അപ്പോൾ ഇതുപോലെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ ഈ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് വെറുതെ ഒന്ന് കൈ വെച്ചിട്ട്, സ്ക്രബ്ബറൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, വെറുതെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് കഴുകി നോക്കൂ കേട്ടോ. നല്ലതുപോലെ ചളിയൊക്കെ നന്നായിട്ട് ഇളകി കിട്ടും. അതുപോലെ തന്നെയാണ് അതിലുള്ള കറകളൊക്കെ ഉണ്ടാകുമല്ലോ, ചെറിയ ചെറിയ ചായക്കറകളൊക്കെ, അതൊക്കെ നന്നായിട്ട് പോയി കിട്ടാൻ സഹായിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്തൊക്കെ ഇപ്പോൾ നോക്കുക, ഉള്ളിൽ ഒട്ടും തന്നെ ചായക്കറ ഉണ്ടാവില്ല. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളും ചെയ്ത് നോക്കുക. നമുക്കിത് പ്രത്യേകിച്ച് സ്ക്രബൊന്നും വേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഉരച്ച് കഴുകിയതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ക്ലീനായി കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, താഴത്തൊന്നും ഒട്ടും തന്നെ ഒരു കറേൻ്റെ പാടന്നല്ല. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളും ചെയ്ത് നോക്കാം. ഇനി ഗ്ലാസ് തണുത്ത വെള്ളത്തിൽ വെറുതെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയും നല്ല ക്ലിയർ ആക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കപ്പോളം, ഒരു കപ്പ് നിറയില്ല, അപ്പോൾ ഞാൻ കുറച്ച് മാത്രം കഞ്ഞിൻ്റെ വെള്ളം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത്, നമ്മളെ വീട്ടിൽ കത്രികയൊക്കെ മീനൊക്കെ കഴുകി കഴിഞ്ഞ് നമ്മൾ എത്ര തന്നെ വാഷ് ചെയ്താലും ആ ഒരു സ്മെല്ല് പോകുകയില്ല. പ്രത്യേകിച്ച് പറയണത് മത്തിയൊക്കെ നന്നാക്കി കഴിഞ്ഞാൽ ഒട്ടും തന്നെ അതിൻ്റെ സ്മെല്ല് പോകില്ല. അപ്പോൾ ഈ ഒരു സൊല്യൂഷനിൽ കുറച്ച് നേരം മുക്കി വെച്ചതിന് ശേഷം നന്നായിട്ട് സോപ്പൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഒന്ന് കൈവച്ച് നന്നായിട്ട് ഒന്ന് കഴുകി കൊടുത്താൽ പിന്നീട് നമ്മൾ ചോദിക്കും, ഈ ഒരു കത്തിയിലാണോ നമ്മൾ മീൻ മുറിച്ചതെന്ന് ചോദിക്കും കേട്ടോ. അത്രയ്ക്ക് നല്ലൊരു മണമായിരിക്കും അതിൽ കിട്ടണത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച സൊല്യൂഷൻ ഇല്ലേ, അപ്പോൾ കുറച്ച് ഞാൻ ഈ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ എന്താ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നന്നായിട്ടൊന്ന് കുലുക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനെയും കൊണ്ടുള്ള ബാക്കിയുള്ള ഉപകാരം കൂടി നമുക്ക് നോക്കാം. നമ്മൾ രാവിലത്തെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചത്തെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഗ്യാസ് സ്റ്റോപ്പ് ഒന്ന് ക്ലീൻ ചെയ്യാനില്ലേ. നല്ലതുപോലെ ഇതേപോലെ നമ്മൾ ആയി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടും ലിക്വിഡ് ഒഴിച്ചിട്ടും ഒന്നും കാര്യമില്ല. ഇതേപോലെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈസി ആയിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്താൽ ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പോൾ ആ സമയത്തിലേക്ക് ഇതുപോലെ കുറച്ച് നമ്മൾ കളയുന്ന കഞ്ഞിവെള്ളത്തിൽ കുറച്ച് കോൾഗേറ്റും ഷാമ്പൂ ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ചെയ്താൽ നല്ലതുപോലെ നല്ല തിളക്കമുള്ള ഗ്യാസ് സ്റ്റോപ്പ് ആയി കിട്ടും. അതുപോലെ തന്നെ നമ്മളെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല, നല്ല ചളിയും കറിയും അതുപോലെ തന്നെ എണ്ണമുഴുക്കൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ നല്ലതുപോലെ പോയി കിട്ടും കേട്ടോ. വെള്ളം ഒഴിച്ചൊന്നും കഴുകേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുത്താൽ മതി, ഒരു കോട്ടൺ ടവലും കൊണ്ട് ഇതേ രീതിയിലൊന്ന് തുടച്ചു കൊടുത്താൽ മതി. നല്ല പളുങ്ക് പോലെ ആയി കിട്ടും. നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും ഇത്രത്തോളം നീറ്റായിട്ടുണ്ട്. ഞാനൊരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല കേട്ടോ. ഈ ഒരു സൊല്യൂഷൻ മാത്രം സ്പ്രേ ചെയ്ത് തുടച്ചൊരു ഗ്യാസ് സ്റ്റോപ്പാണ് ഇപ്പോൾ.
നമ്മൾ കാണുന്നത് കേട്ടോ. ഇത്രയ്ക്കും നല്ല വൃത്തിയും അതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളൊക്കെ കുറേ വെള്ളം പാർന്ന് കഴുകിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതുപോലെയൊക്കെ നമ്മൾ ഈസി ആയിട്ടുള്ള ടിപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ലതുപോലെ നമ്മൾ ഗ്യാസ് സ്റ്റൗവൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നോക്കേണ്ടത് നേരെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടുത്തുള്ള തന്നെ നമ്മൾ കൗണ്ടർ ടോപ്പിൻ്റെ അടുത്തുള്ള ടൈലൊക്കെ നന്നായിട്ട് വോൾട്ടയിൽ ഇങ്ങനെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അവിടെയും എല്ലാതും നമ്മൾ മിക്സിയൊക്കെ വെക്കണ ഭാഗത്തൊക്കെ ആ ഒരു മിക്സിയിൽ അരക്കണ സമയത്തെല്ലാം തെറിച്ചിട്ടുണ്ടാവില്ലേ. അപ്പോൾ അതുപോലെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടൊന്ന് നന്നായി സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം തുടച്ച് നോക്കൂ കേട്ടോ. നല്ലതുപോലെ വാൾട്ടയിലൊക്കെ നല്ലതുപോലെ പളുങ്ക് പോലെ ആയി കിട്ടും. അത് ആ ഒരു കറയോ ഒരു ചെളിയോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതേപോലെ നല്ല തിളക്കമുള്ള ടൈലായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതേ രീതിക്ക് നിങ്ങളും ചെയ്ത് നോക്കാം കേട്ടോ. ഇനി വേണ്ടത് നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഒരു ക്ഷീണമൊക്കെ ഉണ്ടാവില്ലേ. നമ്മൾ പണിയൊക്കെ എടുത്താൽ നമ്മളെ കുട്ടികൾക്കായാലും സ്കൂൾക്കൊക്കെ പോയിട്ട് വന്നാലും അല്ലെങ്കിൽ സ്കൂൾക്ക് പോകണ മുന്നിലൊക്കെ ആയാലും ഭയങ്കര ക്ഷീണമായിരിക്കില്ലേ. ക്ഷീണമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോഴൊക്കെ ഒരു ഗ്ലാസ് കഞ്ഞിരി വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ഒരു ഇളം ചൂടോട് കൂടിയിട്ട് കുടിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ലൊരു എന്താ പറയുക, ആ ഒരു ക്ഷീണമൊക്കെ മാറ്റി നല്ലൊരു ഉഷാറായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ദിവസം നമ്മളിങ്ങനെ ഓരോ ഗ്ലാസ് കഞ്ഞിൻ്റെ വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മൾ ഹെൽത്തിന് നല്ലതാണ്. കുട്ടികളെ ഇതൊക്കെ പഠിപ്പിച്ച് ശീലിപ്പിക്കുക കേട്ടോ. ഇതൊക്കെ കുടിച്ചിട്ട് ഇനി നമ്മൾ നോക്കേണ്ടത് നമ്മളെ മുഖത്തിനായിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് കഞ്ഞിൻ്റെ വെള്ളം, ഇതൊക്കെ ചെയ്യേണ്ടത് ഉപ്പിടാത്ത കഞ്ഞിൻ്റെ വെള്ളത്തിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഐസ് ക്യൂബ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ഭയങ്കര കരിവാളിപ്പായിരിക്കില്ലേ, കൈ ആയാലും അതുപോലെ തന്നെ ഫേസ് ആയാലും നല്ലതുപോലെ ടാനൊക്കെ ഉണ്ടാകും അല്ലേ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതേപോലെ ഒരു ഐസ് ക്യൂബ് എടുക്കുക. കഞ്ഞിൻ്റെ വെള്ളത്തിലുണ്ടാക്കിയ ഐസ് ക്യൂബ്, വെറും കഞ്ഞിൻ്റെ വെള്ളമാണ് കേട്ടോ, ഉപ്പിടാത്തത്. അപ്പോൾ അത് ആ ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് നല്ലതുപോലെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നാൽ ഇതേപോലെ മസാജ് ചെയ്തിട്ട് വെറുതെ ഒന്ന് കഴുകിയാൽ മതി കേട്ടോ. നല്ലതുപോലെ നമ്മളെ കരിവാളിപ്പൊക്കെ പോയി കിട്ടിയിട്ടുണ്ടാവും. നല്ല ബ്രൈറ്റ്നെസ് ആയിട്ടുണ്ടാവും കേട്ടോ. നമ്മളെ ഫേസ് ആയാലും അതുപോലെ തന്നെ കൈയും കാലും മുഖം എവിടെയൊക്കെ ടാനൊക്കെ ഉണ്ടോ അതൊക്കെ നമുക്ക് മാറിക്കിട്ടാൻ സഹായിക്കും. നല്ലൊരു യൂസ്ഫുൾ ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഹെയറിന് വേണ്ടി നോക്കാം. നമ്മളെ മുടിയൊക്കെ ധാരാളം പൊട്ടിപ്പോവലും അതുപോലെ കുഴിച്ചിലൊക്കെ ഉണ്ടാവില്ലേ നമ്മളെ തലമുടിയൊക്കെ. അപ്പോൾ ആ തലേ ദിവസം തന്നെ കുറച്ച് കഞ്ഞിൻ്റെ വെള്ളത്തിൽ കുറച്ച് ഉലുവ കുതിർത്ത് അതെല്ലാവർക്കും അറിയണതായിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഫോളോ ചെയ്യുക. അപ്പോൾ എന്നിട്ട് കുറച്ച് ഉലുവ കഞ്ഞിൻ്റെ വെള്ളത്തിൽ കുതിർത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചതിന് ശേഷം നല്ലൊരു 10-20 മിനിറ്റ് നമ്മളെ തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് നല്ലതുപോലെ വാഷ് ചെയ്ത് കളയുമ്പോൾ ഏതെങ്കിലും താളി ഉപയോഗിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെ കഴുകുകയാണെങ്കിൽ നമ്മളെ മുടി ഇടതൂർന്ന് വളരാൻ അതുപോലെ തന്നെ നമ്മളെ മുടിയൊന്നും പൊട്ടി പോകാതെ വളരാൻ സഹായിക്കും കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് തലവേദന നീരൊക്കെ ഉള്ളവർ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യുക. ഉലുവ ചേർക്കാതെ വെറും കഞ്ഞിൻ്റെ വെള്ളത്തിൽ 10-20 മിനിറ്റ് തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക കേട്ടോ. അതും നല്ലൊരു ഉപയോഗമാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഫോളോ ചെയ്യുക. ഇനി നമുക്ക് നോക്കേണ്ടത് നമുക്ക് കഞ്ഞിൻ്റെ വെള്ളം കൊണ്ട് നമുക്ക് നമ്മളെ പൂന്തോട്ടം കൂടി നോക്കിയാലോ അല്ലേ. അപ്പോൾ 3-4 ദിവസത്തിൻ്റെ കഞ്ഞിൻ്റെ വെള്ളം നന്നായി പുളിപ്പിച്ചെടുത്ത കഞ്ഞിൻ്റെ വെള്ളം നമ്മൾ ഏതെങ്കിലും ഒരു പഴയ പാത്രത്തിൽ മാറ്റി വെക്കുക. അല്ലെങ്കിൽ പഴയ ബക്കറ്റൊക്കെ ഉണ്ടാകുമല്ലോ അതിൽ മാറ്റി വെച്ചതിന് ശേഷം നമ്മളെ വീട്ടിൽ റോസ് പൂ ചെടി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെടി ആകട്ടെ, അതുപോലെ തന്നെ കരിവേപ്പില തെയ്യൊക്കെ ഉണ്ടാവില്ല, കരിവേപ്പില തെയ്യൊക്കെ നല്ല തളച്ച് വളരാൻ ഈ ഒരു കഞ്ഞിൻ്റെ വെള്ളം നല്ലൊരു ഉത്തമമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കരിവേപ്പിലയിലൊക്കെ ചിലതൊക്കെ ഒരു കറുപ്പ് കുത്തൊക്കെ കാണില്ലേ ഇലകളിലൊക്കെ. അപ്പോൾ നല്ലതുപോലെ തെളിച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ താഴത്തെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലതുപോലെ തഴച്ച് വളരാനും സഹായിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ റോസ് പൂവൊക്കെ നല്ലതുപോലെ തെളിച്ചിട്ട് അതേപോലെ തന്നെ താഴത്തെ ഒഴിച്ചു കൊടുത്താൽ നല്ലതുപോലെ റോസാപ്പൂ മുട്ടും പൂവൊക്കെ ധാരാളം തരും. നല്ല റിസൾട്ടാണ്. അതുപോലെ ഇനിയൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഇല മൈലാഞ്ചിയൊക്കെ അരച്ചിടുന്നവർ ധാരാളം ഉണ്ടാകും. അപ്പോൾ ഇല മൈലാഞ്ചി കൂടുതലായിട്ട് നന്നായിട്ട് ചുവന്ന് കിട്ടണമെങ്കിൽ നമ്മൾ ഇല മൈലാഞ്ചി അരയ്ക്കണ സമയത്ത് ഇതിൽ നിന്ന് കുറച്ച് കഞ്ഞിൻ്റെ വെള്ളം ഉപയോഗിച്ച് നന്നായി അരച്ചിട്ട് ഇട്ട് നോക്കിട്ട് നല്ലതുപോലെ ചുവന്ന് കിട്ടും. 100% റിസൾട്ട് ഉറപ്പാണ്. അപ്പോൾ എന്താ പറയുക, വെറുതെ കളയുന്ന കഞ്ഞിൻ്റെ വെള്ളത്തിൽ ഇത്ര അധികം ഉപകാരം നിങ്ങൾക്ക് പകർത്തി തന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്കും കൂടി ഷെയർ ആക്കി കൊടുക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ, താങ്ക് യു.